എൻ്റെ ചെറുപ്പകാലത്ത് മൂന്നാർ അറിയപ്പെട്ടിരുന്ന തോട്ടം മേഖല എന്ന് പറഞ്ഞിട്ടാണ്. ഒരു പ്ലാന്റേഷൻ മേഖലയായിരുന്നു. പ്ലാന്റേഷൻ മേഖല. അപ്പം അന്ന് ഇത്രത്തോളം ടൂറിസ്റ്റുകളൊന്നും ഇല്ലായിരുന്നു. അന്നൊരു തോട്ടം മേഖല, കുറേ തൊഴിലാളികൾ, ഇത്രത്തോളം ഡെവലപ്മെൻറ്റ്സ് ഇല്ലായിരുന്നു. പിന്നെ 1990 കാലഘട്ടത്തിന് ശേഷമാണ് ഈ തോട്ടം മേഖല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അതിൽ നിന്ന് ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നത്. പിന്നീട് ടൂറിസം മേഖലയായിട്ട് മാറുന്നത് പിന്നീട് ഒരു 1990-കൾക്ക് ശേഷമാണ്. 2000-ഓടുകൂടെ ഏകദേശം കംപ്ലീറ്റ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പ്ലാന്റേഷൻ മേഖല എന്ന് ആരും അധികം പറയാറില്ല. ഇപ്പം അങ്ങനെ അറിയപ്പെടാറുമില്ല. ഇപ്പം മൂന്നാർ വന്നിട്ട് ഒരു അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമായിട്ടും ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടും മൂന്നാർ ഇപ്പം മാറിയിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെ ആൾക്കാരാണുള്ളത്? തമിഴിലാണോ കൂടുതൽ, അത് നമ്മുടെ മലയാളികൾ തന്നെയാണോ? ഇല്ല, ഇവിടെ ഭൂരിപക്ഷം തമിഴ് തന്നെയാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പണ്ട് തമിഴ്നാട് കേരളത്തെ വിഭജിക്കുന്ന ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ മൂന്നാർ കേരളത്തിൻ്റെ ഭാഗമായി, കന്യാകുമാരിയൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗമായി അങ്ങനെ മാറിയതാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ ഇവിടെ തേയിലയൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ആവശ്യത്തിലേക്കായിട്ട് ഇവിടെ പണിക്കാരെ കൊണ്ടുവന്നു. അപ്പോൾ തമിഴ്നാടിൻ്റെ ദിണ്ടുക്കല്ല്, ചെങ്കോട്ട, തിരുനെൽവേലി, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്ന് തൊഴിലാളികൾ കൊണ്ടുപോകുന്നു. അതുപോലെ കേരളത്തിൽ നിന്ന് തന്നെ കൊച്ചി ബേസ് ചെയ്ത് മട്ടാഞ്ചേരിയും അതിൻ്റെ ചുറ്റുപ്പെട്ട ആ സ്ഥലങ്ങളിലൊക്കെ നിന്ന് ഒരുപാട് പേര് കൊണ്ടുവന്നു. അങ്ങനെയുള്ളവരാണ് ഇവിടെ പിന്നീട് അവരുടെ കുടുംബങ്ങളും പാരമ്പര്യമായിട്ട് വന്നാണ് ഇപ്പോൾ. അപ്പം ഭൂരിപക്ഷം പേരും തമിഴ്നാട്ടിലെ പാരമ്പര്യമുള്ളവരാണ്. തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ പ്ലാന്റേഷനിലേക്കാണ് കൂടുതൽ പോകുന്നത്. അവർ ഈ തേയില നട്ടുപിടിപ്പിക്കുന്നതിനും ഈ കാട് വെട്ടിത്തെളിക്കുന്നതിനും കെട്ടിടം പണിയുന്നതിനും അങ്ങനെയൊക്കെ വേണ്ടി വന്നവരാണ്. അവരുടെ 3-4 തലമുറകളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ എസ്റ്റേറ്റ് ലയങ്ങളിൽ പണിയെടുക്കുന്നവർ ഒക്കെയാണ്. പക്ഷേ 3 തലമുറകൾ വരെ ഇവർ തോട്ടം തൊഴിൽ തന്നെ. ഇപ്പം അപ്പനും അമ്മയും പ്രായമാകുമ്പോൾ മക്കൾ ചെയ്യുന്നു, കുളന്തെടുക്കുന്നു ആ പണികളൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചുകൂടെ പഠിക്കുന്നുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളാണ് നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത് കുളന്തെടുക്കാനായിട്ട്. ഇപ്പോൾ ബീഹാർ, ജാർഖണ്ഡ് അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട്. അപ്പോൾ ഇന്നിപ്പം ഹിന്ദിക്കാരും കൂടുതലുണ്ട്. ഇപ്പം നേരത്തെ മലയാളം തമിഴ് വിഭാഗം മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം മലയാളം തമിഴ് പുറമെ ഹിന്ദിയും സംസാരിക്കുന്നതും ഒരു അത്യാവശ്യമായിട്ട് ഒരു കാര്യമായിട്ട് വന്നു. ഇവിടെ കച്ചവടക്കാർക്കൊക്കെ അവരോടുമായിട്ട് ഇടപഴകാനായിട്ട് ഇപ്പോൾ മൂന്നാറിലെ ഹിന്ദിയും കൂടെ പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം കൂടെ സംജാതമായി. നമ്മളൊക്കെ ഇവിടെ തന്നെ ഈ മൂന്നാർ ഏരിയയിൽ ആദിവാസികൾ വംശജരുണ്ടോ? മൂന്നാറിൻ്റെ പ്രോപ്പറായിട്ട് മൂന്നാർ ടൗണിലില്ലെങ്കിലും മൂന്നാറിനോട് അനുബന്ധിച്ച് തന്നെയാണ് അത് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇടമലക്കുടി എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉൾക്കാടുകളിൽ ഇച്ചിരി നല്ല ഇച്ചിരി നമ്മളെ പെട്ടിമുടി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് കൂടെ രാജമല വഴി അവിടെ രഘുല നാഷണൽ പാർക്കിലൂടെ ഉള്ളിൽ കയറി പെട്ടിമുടി വഴിയാണ് നമ്മൾ ആ കുടിയിലേക്ക് ചെല്ലുന്നത്. മറ്റേ എല്ലാ കുടികളിലേക്കും വാഹന സൗകര്യം എത്തിയിട്ടില്ല. 3-4 കുടികളിൽ മാത്രമാണ് റോഡ് സൗകര്യവും ഇലക്ട്രിക് വൈദ്യുതി പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത്. എല്ലാ സ്ഥലത്തും പരിപൂർണമായിട്ടായിട്ടില്ല. അതങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് വിശ്രമമായിട്ട്. അത് തമിഴ്നാടിൻ്റെ മറ്റേ വാൽപ്പാറ വരെ അങ്ങനെ നീണ്ടു കിടക്കുന്ന സ്ഥലത്തായിട്ട് 27 കുടികളുണ്ട്. അത് ഇടമലക്കുടി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആദ്യത്തെ ഗോത്ര പഞ്ചായത്താണ്, സ്വതന്ത്ര പഞ്ചായത്താണ്. പഞ്ചായത്ത് അവിടെയാണെങ്കിലും പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത് ദേവികുളത്താണ്. അപ്പോൾ ഒരു കാര്യത്തിന് അവർക്ക് വരണമെങ്കിൽ ഒരു ദിവസം മെനക്കെട്ട് വരേണ്ട ഒരു സാഹചര്യവും കൂടെയുണ്ട്. അവിടേക്ക് അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
അവരുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒരു LP സ്കൂളൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടികളിൽ അത്രത്തോളം പഠന താല്പര്യമില്ല. അവർ പലരും ഡ്രോപ്പ് ഔട്ടാവും. അപ്പോൾ ഒരു വർഷം തുടങ്ങുന്നത് 40 കുട്ടികളുണ്ടെങ്കിൽ അത് അവസാനിക്കുമ്പോൾ അത്രയും പിള്ളേർ ഇല്ല, ഡ്രോപ്പ് ഔട്ട് ആകുന്നുണ്ട്. പക്ഷെ അവർ നമ്മളെത്ര അതിനുള്ള ബോധവൽക്കരണം കൊടുത്താലും അവർ സ്ഥിരമായിട്ട് അതിൽ നിലനിൽക്കുന്നവരും തന്നെ. പക്ഷേ അതിന് സർക്കാർ നല്ല ഉചിതമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ അതിൽ ആ മാറ്റം ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ അപ്പോൾ വരുമാന മാർഗങ്ങളൊക്കെ എന്തൊക്കെയാണ്? പ്രധാനം കൃഷി തന്നെയാണ്. കൃഷി തന്നെയാണ്. കാടിനകത്ത് തന്നെയുള്ള കൃഷി തന്നെയാണ്. എല്ലാ തരത്തിലുള്ള ധ്യാനങ്ങളും കേപ്പയും പോലുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ഭക്ഷണ സാധനങ്ങൾ അതിൽ നിന്ന് തന്നെ പോകുന്നുണ്ട്. എങ്കിലും പുറമേ നിന്നും നല്ല സർക്കാർ ഇടപെട്ടുകൊണ്ട് ഭക്ഷണം എത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു സൊസൈറ്റി വഴിയാണ് ഇവിടെ നിന്ന് ഭക്ഷണങ്ങളൊക്കെ തലച്ചുമടായിട്ട് എത്തിച്ചു കൊടുക്കുന്നത്. വിചാരിക്കട്ടെ. എന്താണ് ഏലപ്പെട്ടിയുടെ ഒരു മൊത്തത്തിലൊരു സ്വഭാവം? എങ്ങനെയാണ് ഇത് ഇവിടുത്തെ ഒരു? ഏലപ്പെട്ടിയിൽ ഇത് തോട്ട തൊഴിലാളികളാണ്, തേയിലത്തോട്ട തൊഴിലാളികളാണ്. ഇവരിവിടെ വന്നിട്ട് ഏതാണ്ടൊരു 3 തലമുറയോളം ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് കൂടുതൽ ഉള്ളത്. എല്ലാവരും ഇവിടെ തന്നെ ലയൻസുകളിൽ അവർ താമസിക്കുന്നുണ്ട്. പിന്നെ അവർ തൊഴിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതൊക്കെയാണ്. പിന്നെ അവർക്ക് വേറെ വരുമാനങ്ങളൊന്നും ഇല്ല. ഇങ്ങനെയുള്ള ചെറിയ കൂടുതൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അല്ല, ഇവിടെ എസ്റ്റേറ്റിലെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇത് ടാറ്റാറ്റിയുടെ സ്ഥലമാണ്. അപ്പോൾ അവരുടെ സ്ഥലം മുഴുവൻ അവരുടെയാണ്. പ്രൈവറ്റായിട്ട് മറ്റ് സ്ഥലങ്ങളൊന്നും ഇല്ല. നമുക്ക് ഈ പള്ളിയാണെങ്കിൽ പോലും സ്ഥലമാണെങ്കിൽ പോലും അവരുടെ നമുക്ക് ദാനമായിട്ട് കിട്ടിയത് അത്രയേ ഉള്ളൂ. നമ്മുടെ കീഴിൽ എത്ര പള്ളികളുണ്ട്? എത്ര സ്റ്റേഷൻ പള്ളിയുണ്ട്? ഈ പള്ളി ഇപ്പോൾ നിലവിൽ വന്നിട്ട് ഏതാണ്ട് 100 വർഷമായി. 100 വർഷം കഴിഞ്ഞു. പക്ഷേ ഇടവകയായിട്ട് 64 ഇടവകയായത്. 100 വർഷമായി. ഇവിടെ ഓരോ സ്ഥലങ്ങളിലും ഒരു എസ്റ്റേറ്റാണിത്. ഇത് എല്ലപ്പെട്ടി എസ്റ്റേറ്റ്, അടുത്ത് ചെണ്ട് വരെയുണ്ട്, പിന്നെ ചുറ്റുവരെയുണ്ട്. അങ്ങനെ ഓരോ എസ്റ്റേറ്റിലും ഒരു ഫാക്ടറി ഉണ്ട്. അവിടെ കുറേ ഇതുപോലെ 100-150 വീടുകളുണ്ടാവും. അവിടെ ഒരു പള്ളിയുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു 7 പള്ളിയിൽ പോകാനുണ്ട്. ഏതാണ്ട് ഒരു 42 കിലോമീറ്ററോളം ചുറ്റളവ് ഈ പള്ളിക്ക് ഉണ്ട്. ഈ പള്ളിയുടെ കീഴിൽ 7 പള്ളികളും ഉണ്ട്. അപ്പം അവിടെയൊക്കെ കുർബാനക്കൊക്കെ പോകണം. മൊത്തം എത്ര ഇടവകങ്ങളുണ്ട്? മൊത്തം എല്ലാ പള്ളികളും ചേർത്തൊരു 340ഓളം കുടുംബങ്ങളുണ്ട്. ഉദ്ദേശം ഓരോ പള്ളിയിലൊരു 60-70 കുടുംബങ്ങൾ വെച്ചിട്ട് നമ്മുടെ കാത്തലിക് ആയിട്ടുള്ള കുടുംബങ്ങളുണ്ട്. അല്ലാതെ
ഓരോ എസ്റ്റേറ്റിലും ഒരു 200 കുടുംബങ്ങളോളം ഉണ്ട്. തമിഴ് കുർബാനയാണോ മലയാളം ഏതോ? ഇവിടെ ഒരു 99% തമിഴ് വിഭാഗക്കാരാണ്. ഇവരെല്ലാം ഒരു 1900-കളിൽ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് ജോലിക്ക് വേണ്ടി വന്നവരാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാവരും തന്നെ തമിഴ്. പിന്നെ ഇവിടെയുള്ള ഈ സ്റ്റാഫുകളായിട്ടുള്ള കുറച്ചുപേർ മാത്രമേ മലയാളികളുള്ളൂ. എന്താണ് നമ്മുടെ പള്ളിയുടെ ചരിത്രം? എത്ര കാലം ഈ പള്ളി നമ്മുടെ വിജയപുര രൂപത നിലവിൽ വന്ന 1930 ഇത് നിലവിൽ വന്നത് രൂപത. അതിന് മുമ്പ് വരാപ്പുഴ രൂപത കീഴിലായിരുന്നു. അതിനുശേഷം 1930 വിജയപുര രൂപത സ്ഥാപിതമായി. അപ്പോൾ മൂന്നാർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു മിഷൻ പ്രവർത്തനമായിരുന്നു ഇവിടെ. 1920 ഇവിടെ ഇത് സ്ഥാപിതമായത്. ഇവിടെ ഈ ആദ്യ ദേവാലയം പണിതത്. അതിനുശേഷം ഈ ദേവാലയം 1932 പുതുക്കി പണിതു. അതിനുശേഷം 92 ഇത് പുതുക്കി പണിയുകയുണ്ടായി. അപ്പം ഇങ്ങനെ ഇന്ന് ഒരു 100 വർഷം ഈ പള്ളി പൂർത്തിയായി. അതിൻ്റെ ജൂബിലി ആഘോഷങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളുടെ കാര്യത്തിൽ നല്ല വിശ്വാസമുള്ള മനുഷ്യരാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ പോലും അവരുടെ വിശ്വാസം ഒത്തിരി വലുതാണ്. നല്ല വിശ്വാസപരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഭൂരിഭാഗം ആളുകളും ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ തന്നെയാണ് കൂടുതൽ പേര്. എങ്ങനെയാണ് നമ്മുടെ ഇടവകങ്ങളുടെ ഒരു സൗകര്യങ്ങൾ? എത്ര യാത്രാ സൗകര്യവും അതുപോലെ വിദ്യാഭ്യാസവും ആശുപത്രിക്ക് എങ്ങനെയാണ്? അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കമ്പനി വകയായിട്ട് ഒരു ചെറിയ ഡിസ്പെൻസറി മാത്രം ഇവിടെയുണ്ട്. പിന്നെ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ വരുവാണെങ്കിൽ ഇവിടുന്ന് മൂന്നാറിലേക്ക് ഇവരുടെ വലിയ ഹോസ്പിറ്റലുണ്ട്. അവിടെ സാധിക്കുന്നില്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലേക്ക് കമ്പനി തന്നെ അയക്കുകയാണ്. എത്ര ദൂരമുണ്ട് ഇവിടുന്ന്? 27 കിലോമീറ്റർ ഉണ്ട് മൂന്നാറിലേക്ക്. പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് നോക്കിയാൽ ഇവിടെ അങ്ങനെ അടുത്തൊരു ഹൈസ്കൂളുണ്ട്, ഗവൺമെൻറ് സ്കൂളുണ്ട്, ഒരു LP സ്കൂളുണ്ട്. അത്രയും മിക്കവാറും ഭൂരിഭാഗം കുട്ടികളും പഠിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് സൺഡേ സ്കൂൾ കാര്യങ്ങൾക്കൊക്കെ നമുക്കിവിടെ വേണ്ടത്ര കുട്ടികൾ നമുക്കിവിടെ ഇല്ല. ഇവരെല്ലാം ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും എല്ലാവരും അങ്ങോട്ട് തമിഴ്നാടുകളിലെ ഹോസ്റ്റലിലേക്കൊക്കെ ഇട്ട് പോകും. അങ്ങനെ പഠനപരമായിട്ട് കാര്യങ്ങളിൽ കുറച്ച് പ്രയാസങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് നമ്മുടെ അനുബന്ധമായിട്ടുള്ള സ്കൂളുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പള്ളി ഇല്ല, പള്ളി സംബന്ധമായിട്ടുള്ള സ്കൂളുകൾ നമുക്ക് ഇല്ല ഈ ഭാഗത്ത്. ഒന്ന് സ്ഥല സൗകര്യങ്ങൾ കുറവാണ്. അത്യാവശ്യം വേണ്ട സ്ഥലം മാത്രമേ നമുക്ക് കമ്പനി ദാനമായിട്ട് തന്നിട്ടുള്ളൂ. അല്ലാതെ നമുക്കിവിടെ സ്ഥലം വാങ്ങാനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല. കാരണം മൂന്നാർ തൊട്ട് ഇവിടെ ടോപ്പ് സ്റ്റേഷൻ വരെയുള്ള ഭാഗം മുഴുവൻ എല്ലാം കമ്പനി സ്ഥലമാണ്. അതുകൊണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങൾ നമുക്കിവിടെ ഇല്ല. നമ്മുടേതായ പുറത്തേക്ക് മറ്റ് ജനങ്ങളിലേക്ക് നമ്മുടേതായ ഒരു പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റാറുണ്ടോ? എത്രത്തോളം സജീവമാവാൻ പറ്റാറുണ്ട്? ഇത് വിശ്വാസപരമായ കാര്യത്തിലാണോ അതോ മറ്റ് അല്ലാതെയുള്ള സേവനങ്ങൾക്കാണെങ്കിലും? സേവനങ്ങൾ നമുക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരുപാട് ദാരിദ്ര്യമായിട്ടുള്ള പ്രയാസങ്ങളും ആർക്കും ഇല്ല. എല്ലാവരും ഒരേ ജോലിയായി ഒരേ ശമ്പളമായതുകൊണ്ട് ഈക്വലായിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ, പിന്നെ രോഗം മറ്റ് പ്രയാസങ്ങൾ വരുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി അല്ലാതെയുള്ള കാര്യങ്ങളുടെ ഒരു സമത്വപരമായിട്ടുള്ള കാര്യം, ഒരേ ജോലി ഒരേ ശമ്പളം ഒരേ വീടുകൾ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ അങ്ങനെ അവർക്ക് ഉണ്ടാകാറില്ല. പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് വീടുകളില്ല. ഇവർക്ക് ഇപ്പോൾ ഗവൺമെൻറ് പദ്ധതി പ്രകാരം മൂന്നാർ ഭാഗത്ത് ഇവർക്ക് സ്ഥലവും വീടും കൊടുക്കുന്നുണ്ട്. എന്നാലും അതൊരു കാൽഭാഗം പോലും ആയിട്ടില്ല. അതുകൊണ്ട് ഇവർ ഇതേ വലിയ സൗകര്യങ്ങളില്ല വീടുകളിലൊക്കെ. ഒരു മുറി ഒരു അടുക്കള, അതാണ് അവർക്കുള്ള 3 തലമുറയായിട്ട് ഇപ്പോഴും താമസിക്കുന്നത്. അതേ സൗകര്യത്തിലാണ് താമസിക്കുന്നവർ. ഈ ഇതല്ലാതെ ഏത് മറ്റ് ഇനങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും വളർത്തുന്നത്? വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആർക്കും സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത് കമ്പനി ഓരോ വീട്ടുകാർക്കും ഓരോ 20 സെൻറ്റ് വീതം സ്ഥലം അവർക്ക് കൊടുത്തിട്ടുണ്ട് കൃഷി ചെയ്യാനുണ്ട്. ഇവിടെ കൃഷികളായിട്ട് ക്യാബേജ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ബീൻസ് ഇങ്ങനെയുള്ള പച്ചക്കറികൾ ഇവിടെ ഒരു നട്ട് പിടിപ്പിക്കുന്നുണ്ട്. അതൊരു അവർക്ക് വരുമാനമാണ്. കൂടാതെ ഇവർക്ക് കമ്പനിയിൽ നിന്നുള്ള ജോലി, സ്ഥിരം ജോലി, പെർമനൻ്റ് ആയിട്ടുള്ള ജോലി ഇവർക്ക് എപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെ ഈ 2 സാമ്പത്തിക കാര്യങ്ങളും ഇവർക്ക് ഉള്ളത്.
കൊളുത്താണ് പിറപ്പാട് പിന്നെ നമ്മളിത് ഒരു കാണുമാരി എടുക്കും ദേവുണ്ടല്ലേ ഇതുപോലെ എടുത്ത് എത്തിയിടും പിന്നെ വലുതാകുമ്പോൾ മണ്ണണയ്ക്കും ഇപ്പോൾ അതിലിருந்து അവിടെ നിന്ന് മണ്ണ് ഇവിടെ നിന്ന് മണ്ണ് അണച്ചു കൊടുക്കും അണച്ചു കൊടുക്കുമ്പോൾ വളരുന്നില്ല പിന്നെ മുട്ട കെട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ കറ്റിയ ഇല്ലെങ്കിൽ മണ്ണ് ഇട്ടില്ലെങ്കിൽ ചെടി ഓണ് വളരും കേട് പിന്നെ 3 മാസം പിറപ്പാട് ഇത് കഴിഞ്ഞാൽ കേടാകും പിന്നെ അതിക്ക് മുൻപ് അവർ വെട്ടിയെടുക്കും. ഈ ക്യാബേജിനൊക്കെ സീസൺ ഉണ്ടോ? ക്യാബേജ് ഈ സീസൺ തീർന്ന് പിന്നെ ഇത് തീർന്നില്ല ഇത് ഇപ്പം തന്നെ ക്യാരറ്റ് ഇടണം പിന്നെ ഒരു ചിലർ ക്യാരറ്റ് വില കൂടും ക്യാബേജ് ഈ സമയം വില കൂടും ഒരു ചാക്കിൻ്റെ വില അപ്പോൾ സീസൺ പോലും 500 രൂപ ഇപ്പോൾ 1500 800 അങ്ങനെ വിൽക്കും ഒരു ചാക്കിന് 40 കിലോ 45 കിലോ 45 കിലോ ഒരു ചാക്കിൻ്റെ വില. ക്യാരറ്റിൻ്റെ വില വന്നിട്ട് ഇപ്പം മുൻപ് പോലെ ഇല്ല പിന്നെ ക്യാരറ്റ് പിന്നെ ഇപ്പം റോഡ് സൈഡിലുള്ള കട ഉണ്ടല്ലേ പിന്നെ അവർ ഇത് വന്നിട്ട് എറണാകുളം കൊണ്ടുപോകും ആമാം ക്യാബേജും ക്യാരറ്റും കൊണ്ടുപോകും ഇപ്പോൾ റോഡ് സൈഡ് കട ഉള്ളത് കൊണ്ട് யாரும் കൊടുക്കത്തില്ല അത് കടയിലുള്ളവർ വന്ന് വെട്ടി കൊണ്ടുപോകും വെട്ടി ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോകും അവർ പോയി ഒരു 5 രൂപ 10 രൂപ ചേർത്ത് വിൽക്കാം ഇപ്പം ഞങ്ങൾ ഒരു ചാക്കിന് 500 രൂപ കൊടുത്താൽ അവർ ഒരു 5 രൂപ ചേർത്ത് വിൽക്കും ഒരു കിലോ ഇല്ല ഇപ്പോൾ ഒരു ക്യാബേജിന് ഇതൊരു കട്ടി വരുമ്പോൾ 3 കിലോ 4 കിലോ അങ്ങനെ വരും ഒരു ക്യാബേജിന് ഇത്രയും വലുത് വരും പിന്നെ പൊടിസ് ഇതെല്ലാം ചെറുതായിട്ട് വരും ഒരു 1/2 കിലോ 1/4 കിലോ അങ്ങനെ വരും ഇപ്പോൾ ചെടി വലുതാக இருக்குல்ல അത് വലുത് വന്നിട്ട് ഒരു 5 കിലോ 4 കിലോ അങ്ങനെ വരും ആ ചെടിയെല്ലാം അങ്ങനെ വരും അങ്ങനെ വരുമ്പോൾ കടയിൽ കൊണ്ടുപോകാൻ പറ്റില്ല അത് വാങ്ങുന്നില്ലല്ലോ പിന്നെ ഇവർ ഗസ്റ്റ് വരുന്നവർ വാങ്ങുന്നില്ല 5 കിലോ കൊണ്ടുപോയി എന്ത് ചെയ്യും ഒരു ഗസ്റ്റിന് ഒരു ഇതുപോലെ വണ്ടിയിൽ വന്നവർ വേണം ഒരു 2 ക്യാബേജ് 3 ക്യാബേജ് അങ്ങനെ വാങ്ങിക്കൊണ്ട് കട്ട് പണി കൊടുക്കും മറ്റുമ്പടി വേറെ ഇത് ക്യാരറ്റ് ഇത് വന്നിട്ട് വിത്തിട്ട് ഒരു മാസം തന്നെ ആയി വിത്ത് ഇങ്ങനെ വന്നത് ഇത് ക്യാരറ്റ് ഇത് വലുതാകുമ്പോൾ ഇത് കിഴങ്ങാകും ഇതാണ് ചെടി പിന്നെ ഇതെല്ലാം ഇത് കളപ്പറിക്കും ഇത് 25 നാൾ കളിച്ച് കളകൊള്ളിന്ന് ഒന്നുണ്ട് കളകൊള്ളി മരുന്ന് പിന്നെ അത് അടിക്കുമ്പോൾ ഇത് ചാകുന്നില്ല ഇത് ചാകാതെ ഇത് മാത്രം ഇതെല്ലാം സെത്തുപോകും ഇതെല്ലാം സെത്തുപോകും ഇത് ചാകുന്നില്ല ഇതെന്തിനാ ഇത് കെട്ടി വെച്ചിരിക്കുന്നത് ഇതാ ഇത് നൈറ്റിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കും പട്ടി ഉണ്ടല്ലേ ഇത് പന്നി വരുമ്പോൾ സൗണ്ട് ഇടും അപ്പോൾ ഇത് വന്നിട്ട് ഞങ്ങൾ കയറിട്ട് കട്ടി ഇളുത്ത് ആട്ടുമ്പോൾ സൗണ്ട് കേട്ട് ഓടും ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ പന്നി ഓടി പോകും ഇതിലെ കയറ് കെട്ടും കയറ് കെട്ടി അവിടേക്ക് കട്ടിലടിച്ചിട്ടുണ്ട് അതിൽ നിന്ന് കയറ് ഇളുത്ത് കൊടുക്കും ലൈറ്റുണ്ട് ഇങ്ങോട്ട് പോയി ഇങ്ങനെ പോയി അങ്ങോട്ട് പോ താഴെ പോ ഏയ് അങ്ങോട്ട് പോ വിത്തിട്ടോണ്ടിരിക്കുക ഇതാ ക്യാരറ്റ് വിത്ത് ഇത് ജീരകം പോലെ ഇത് എവിടുന്നാ കിട്ടുന്നത്? ഇത് മൂന്നാറിലുണ്ട്, കോയിലൂരിലുണ്ട്, പിന്നെ എറണാകുളം, കോട്ടയം അങ്ങനെ കൊണ്ടുവരും. ഇവിടെ ഇല്ലെങ്കിൽ തമിഴ്നാട് പാളയം ഒത്തിരി വിത്തിട്ടാൽ പിന്നെ കലച്ചെടുക്കണം. ചെടി വരുമ്പോൾ കലച്ചെടുക്കണം. അങ്ങനെ കലച്ചെടുക്കാൻ പറ്റാതെ ചെറുതായിട്ട് ഇടണം. ഇങ്ങനെ ഇട്ടാൽ പിന്നെ ഇതിൽ കൈയിടേണ്ട. പക്ഷികൾ കുത്തുമോ? പക്ഷികൾ കൊത്തുന്നില്ല. പിന്നെ ബീൻസ്, ബട്ടർ, ഇതുപോലെ പട്ടാണി, പച്ചപ്പട്ടാണി ഇത് ഇട്ടാൽ പക്ഷികൾ വരും. മയിൽ വരും. പിന്നെ പുറ ഇതൊക്കെല്ലാം വന്നിക്കും. ഇതെല്ലാം വരും. ക്യാരറ്റും ഇങ്ങനെ തന്നെ. ക്യാരറ്റിന് സീസണൊക്കെ ഉണ്ടോ? എങ്ങനെയാ സീസൺ വന്നിട്ട് ഇത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ സീസണാണ്. ഇപ്പം ഇത് ഫുള്ളായിട്ട് വിത്ത് എടുക്കുമ്പോൾ ഇതിൽ ഒരു 5 ചാക്ക് വരും. ഇത് ഫുള്ളാ
ഇത് 5 ചാക്ക് 5 ചാക്ക് തന്നെ വരും. വരും. പിന്നെ കിലോയ്ക്ക് 20 തന്നെ കിടക്കും. ആ ആ ആ. അത് എവിടെ കൊണ്ട് വിൽക്കും? ഇവിടെ അവർ എറണാകുളം കൊണ്ട് എറണാകുളം, കോട്ടയം, പിന്നെ ആലുവ ആലുവ അവിടെ കൊണ്ടുപോകും. ഇവിടെ മധുര, തമിഴ്നാട് കൊണ്ടുപോകണമെങ്കിൽ മധുര. ഇത് ഉരുളക്കിഴങ്ങാ പക്കത്തില. ഇത് ഓ ഉരുളക്കിഴങ്ങിന് പന്നി ശല്യം എടുക്കും. പന്നി ശല്യം ഉണ്ട് ഉരുളക്കിഴങ്ങിനൊക്കെ. ഇത് വിത്താണ്. ഇത് ഉരുളക്കിഴങ്ങിൻ്റെ വിത്ത്. ഇത് ഇട്ടിട്ടുണ്ടല്ലേ, ഇതേ വരുന്നില്ല. ഇത് കിഴങ്ങായിട്ട് വയ്ക്കും. ഇത് വിത്ത് കിഴങ്ങ. എത്ര കാലം വരും വിത്ത്? ഇത് 3 മാസം. 3 മാസം. വിത്തൊക്കെ ഉണ്ടാക്കുന്നത് വന്നിട്ട് ഇതിൽ കിഴങ്ങ് എടുക്കുമ്പോൾ പിന്നെ ചെറിയ ചെറിയ കിഴങ്ങുണ്ടല്ലേ, അത് അവരെടുക്കുന്നില്ല. വലിയ വലിയ കിഴങ്ങ് എടുക്കുന്നുള്ളൂ. ചെറിയ കിഴങ്ങ് തണ്ണിയിൽ നനച്ച് സാക്കിൽ കട്ടി വയ്ക്കും. സാക്കിൽ കട്ടി വയ്ക്കുമ്പോൾ ഇതുപോലെ മുള കട്ടും. അത് തിരിച്ചും വിത്താകും. ഇങ്ങനെ വയ്ക്കും. പിന്നെ ഇതുപോലെ ലൈനിട്ട് വയ്ക്കണം. ഇത് വന്നിട്ട് ചെടി ഇങ്ങനെ ആകുമ്പോൾ ഇതുകൂടെ വലുതാകുമ്പോൾ മണ്ണണയ്ക്കും. മണ്ണണച്ചിട്ട് വലുതാകും. 3 മാസം കളിച്ച് കിഴങ്ങെടുക്കും. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ വിത്ത് എങ്ങനെ ഉണ്ടാവുന്നത്? ക്യാരറ്റിൻ്റെ വിത്ത് അത് അവരെടുക്കുന്നതാണ്. ഇത് കൊടൈക്കനാൽ ഊട്ടി ഈ സൈഡാണ് ഈ ക്യാരറ്റ് ഇത് എടുക്കുന്നത്. കൊടൈക്കനാൽ ഊട്ടി ഇന്നൊരു ഊരുണ്ട്, അവിടെ തന്നെ ഈ വിത്ത് ക്യാരറ്റിൻ്റെ വിത്ത് എടുക്കുന്നത്. ഇവിടെ എടുക്കുന്നില്ല. അവിടെ നിന്ന് അവർ സെയിൽസ് பண்ணுന്നത്. മൊത്തമായിട്ട് വ്യാപാരി കൊടുത്ത് അവർ വന്ന് ഇവിടെ ചില്ലറയായിട്ട് കൊടുക്കും. എന്തൊക്കെ വളം ഇടുന്നത്? ചാണിയിടും. ചാണകം. ചാണി വന്നിട്ട് 100 ചാക്ക് 50 ചാക്ക് അങ്ങനെ ഇടും. അത് ഒരു കൊല്ലത്തിന് അങ്ങനെ ഇടും. അത് പിற்பாട് 1 മാസം കളിച്ച് യൂരിയ കോംപ്ലക്സ് ഇടും. കോംപ്ലക്സ് ഇട്ട് വെള്ളം ഇട്ട് നന്നായിട്ട് വളരും.